ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു ട്രേ ക്ലോത്ത് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം നോക്കാം. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് ഭംഗിയാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ട്രേ ആണ്. ഇതിനിപ്പം ഞാനിവിടെ എടുക്കുന്നത് വീതി ഒരു 12.5 ഇഞ്ച് വീതിയും അതുപോലെ നീളം ഒരു 16 ഇഞ്ച് നീളവുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ട്രേയുടെ വലിപ്പം അനുസരിച്ച് അതിനുള്ള സൈസിൽ അത് മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു കട്ടിയുള്ളൊരു മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ സൈഡൊന്ന് അടിച്ചെടുക്കണം. മെഷീനിൽ വെറുതെ തയ്ച്ചെടുത്താൽ മതി. ചെറിയൊരു രീതിയിൽ ഇതുപോലെ 4 സൈഡും അടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശത്ത് മറിച്ചിട്ട് നല്ല വശത്തായിട്ട് ഇതുപോലെ ഒരു ലേസും കൂടെ പിടിപ്പിക്കുക. ലേസ് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ലേസ് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ കോർണറൊക്കെ ഒരു ചെറിയ ടക്കിട്ട് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കണം. ഞാൻ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഡിസൈൻ വരയ്ക്കാം. ഇതൊരു കോർണർ ഡിസൈനാണ് ഇതിൽ ചെയ്യുന്നത്. ഈ ഡിസൈൻ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ 2 കോർണറിലായിട്ട് ആ ഡിസൈൻ ട്രേസ് ചെയ്തിട്ടുണ്ട്. ആ ട്രേസ് ചെയ്തത് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് ഇങ്ങനത്തെ ഇത്തിരി കട്ടിയുള്ള ഒരു തരം മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാനത് പെൻ വെച്ചൊന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിവിടെ ഫ്രെയിം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ആ സ്റ്റെമ്മും ലീഫും ആദ്യം തയ്ച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ലൈറ്റ് ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. 0255 ആണ് അതിൻ്റെ നമ്പർ. നല്ലൊരു ഷെയ്ഡാണ്, നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണത്. ഇത് ഞാനൊരു 3 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് നമുക്ക് ലീഫുകളും അതുപോലെ ചെറിയ കുറച്ച് സ്റ്റെമ്മുണ്ട്, അതും ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു വശത്തു നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെം ആദ്യം തയ്ക്കാം. അതിനു വേണ്ടി നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് അകലെ വിടാണ്ട് ചെറുതായിട്ട് സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആ സ്റ്റെം തയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ആ ചെറിയ ലീഫുകളാണ്. ലീഫ് തയ്ക്കാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ലേസി സ്റ്റിച്ചാണ്. ലേസി സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ എല്ലാ ലീഫുകളും തയ്ച്ചെടുക്കാം. ലേസി ചെയ്യുമ്പോൾ ഇതുപോലെ കുത്തിയിട്ട് ത്രെഡ് നീഡിലിന് അടിയിൽ കൂടെ വെച്ച് ഇതുപോലെ വലിച്ചെടുക്കുക. എന്നിട്ട് കുത്തി താഴേക്ക് ഇറക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ ലീഫുകളും തയ്ച്ചെടുക്കണം. 3 സ്ട്രാൻഡ്സ് തന്നെയാണ് ഇവിടെ ലീഫിലും ഉപയോഗിച്ചിരിക്കുന്നത്. ലേസിയും സ്റ്റെം സ്റ്റിച്ചും ഒക്കെ തയ്ക്കുന്നതിൻ്റെ ട്യൂട്ടോറിയൽസ് കാണേണ്ടവർക്ക് ഞാനിവിടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, പോയി നോക്കിയാൽ മതി. നമുക്ക് എല്ലാ ലീഫുകളും തയ്ച്ചെടുക്കണം ഇതുപോലെ. ഇപ്പോൾ നമ്മുടെ ലീഫെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ നടുക്കുള്ള 2 വലിയ ഫ്ലവേഴ്സ് തയ്ച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പീച്ച് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നമ്പർ 010. ഇത് ഞാനൊരു 6 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ചാണ് അത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. മുകളിലത്തെ ലൈനിൽ നിന്ന് ഒരു പെറ്റലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇതുപോലെ നമുക്ക് തുടങ്ങാം. എന്നിട്ട് ആ സെൻറ്ററിലത്തെ പോയിൻറ്റിലേക്ക് ഇതുപോലെ കുത്തിയിറക്കാം. വീണ്ടും ഔട്ടർ ലൈനിൽ മുകളിലേക്ക് കുത്തിയെടുക്കണം. അപ്പോൾ ഒട്ടും നീങ്ങിപ്പോകരുത്. കഴിഞ്ഞ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് കുത്തിയിറക്കുക. രണ്ട് മൂന്ന് സ്റ്റിച്ചുകൾ ഇതുപോലെ സെൻറ്ററിൽ കുത്തി കഴിയുമ്പം നമുക്കതിൻ്റെ സെൻറ്ററിലേക്ക് കുത്താനുള്ള ആ ഡയറക്ഷൻ ഒന്ന് മാറ്റേണ്ടി വരും. കാരണം ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ. ഇപ്പോൾ നമ്മളിത് നേരെ സെൻറ്ററിലേക്ക് കുത്താൻ നോക്കിയാൽ
ആ ത്രെഡിൻ്റെ മുകളിൽ കൂടിയേ വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെൻറ്റർ വരെ എത്തിക്കേണ്ട അതിന് മുമ്പിലായിട്ട് ആ ത്രെഡിനിടയിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കിയാൽ മതി. അടുത്ത സ്റ്റിച്ച് വരുമ്പം അത് ഭംഗിയായിട്ടിരുന്നോളും. കാരണം എല്ലാ സ്റ്റിച്ചും സെൻറ്ററിൽ കൊണ്ട് അവസാനിപ്പിക്കാൻ നോക്കിയാൽ നമുക്ക് ആ സെൻറ്ററിൽ നൂലെല്ലാം കൂടെ കട്ട കൂടിയിരിക്കും. തയ്ച്ച് കഴിയുമ്പം ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ചിങ്ങനെ ഫ്ലാറ്റായിട്ടിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കട്ട കൂടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചെയ്ത് വരുമ്പോൾ ഭംഗിയായിക്കോളും. അടുത്തത് ഇതുപോലെ തന്നെ കൊടുക്കുക. നമ്മൾ ആ പെറ്റലിൻ്റെ ഷേപ്പ് അനുസരിച്ച് എവിടെയാണ് കുത്തേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കുത്തിയെടുക്കുക. നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഫ്ലാറ്റായിട്ടിരിക്കണം. മുകളിൽ കയറരുത്. അടുപ്പിച്ചടുപ്പിച്ച് കുത്തിയെടുക്കുകയും വേണം. ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു പെറ്റലായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി പെറ്റലുകളും കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ പെറ്റൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആ പെറ്റലിൻ്റെ ഷേപ്പ് ശ്രദ്ധിച്ചോണം. പെറ്റൽ എങ്ങോട്ടാണോ അതിൻ്റെ വരണ്ട അങ്ങനെ തയ്ച്ച് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ പെറ്റലിൻ്റെ ഭംഗി വരില്ല തയ്ച്ച് കഴിയുമ്പോൾ. ഓരോ പെറ്റലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവണം. ഇതുപോലെ നമുക്ക് പെറ്റലെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ആ ഒരു ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 2 ഫ്ലവറും ചെയ്തെടുക്കണം. രണ്ട് ഫ്ലവറും തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ നടുക്ക് ഒരു ചെറിയ ഗ്യാപ്പിൽ നമുക്കൊരു വേറൊരു ഷെയ്ഡ് ഇട്ടിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ്. അതിൻ്റെ നമ്പർ 013. അത് ഞാൻ 6 സ്ട്രാൻഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്ററിലൊരു ഫ്രഞ്ച് നോട്ട് ചെയ്യുക. കുറച്ച് വലിയ ഫ്രഞ്ച് നോട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാനിവിടെ 3 തവണ നീഡിൽ ത്രെഡ് ചുറ്റുന്നുണ്ട്. 3 തവണ ചുറ്റി ഇതുപോലെ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഫ്ലവറിൻ്റെയും കൂടെ സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം. അതിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ചെറിയ താഴെയുള്ള ചെറിയ ഫ്ലവേഴ്സാണ്. ഈ 3 ഫ്ലവറുകൾ തയ്ക്കാം. അതിനായിട്ട് ഈ സെയിം ത്രെഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ പെറ്റലിൽ ഇതുപോലെ കുത്തി ഇറക്കിയിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ആ പെറ്റലുകളെല്ലാം തയ്ക്കുന്നത്. വെറുതെ കുത്തി ഇറക്കിയാൽ മതി. ഇതുപോലെ പെറ്റലിൻ്റെ മുകളിൽ കുത്തുക, താഴെ ഭാഗത്തും കുത്തുക. സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം കട്ടിയുണ്ടാവും. ഇതുപോലെ നമുക്ക് ആ പെറ്റലുകളെല്ലാം തയ്ച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ആ ഫ്ലവർ ഇതുപോലെ നമുക്ക് അടുത്ത ഫ്ലവറുകളും കൂടെ തയ്ക്കാം. ഇപ്പം ഞാൻ ആ എല്ലാ ഫ്ലവറും തയ്ച്ചിട്ടുണ്ട്. ആ മുകളിലത്തെ 2 ഫ്ലവറും തയ്ച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഓരോ ഫ്രഞ്ച് നോട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു യെല്ലോ ഷെയ്ഡ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നമ്പർ 0297. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ആണ്. പക്ഷെ അത് ഇതിനിടയ്ക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ആ ഡാർക്ക് പീച്ചിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ യെല്ലോ വെച്ച് ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. 2 തവണയാണ് ഇവിടെ നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട് വേണ്ടി ചുറ്റുന്നത്. അതും 6 സ്ട്രാൻഡ്സ് ത്രെഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്കത് ആ ഫ്രഞ്ച് നോട്ട് എല്ലാ ഫ്ലവറുകളുടെ ഇടയിലും തയ്ച്ചെടുക്കാം. ഇവിടെ നമ്മുടെ ആ 3 ഫ്ലവറും ഫ്രഞ്ച് നോട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ വലിയ ഫ്ലവറും കൂടെ ഈ യെല്ലോ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് മുകളിലത്തെ ഫ്ലവറിലേക്ക് കിടക്കാം. ഈ സെയിം ത്രെഡ് തന്നെ
6 സ്ട്രാൻഡ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ പെറ്റലും നമ്മൾ ചെയ്യുന്നത് ലേസി ഡേയ്സി ഉപയോഗിച്ചാണ്. ചെറിയ ചെറിയ ലേസി ഡേയ്സി തയ്ച്ച് നമുക്ക് അതിൻ്റെ ഓരോ പെറ്റലും ചെയ്തെടുക്കാം. ഇതുപോലെ എടുക്കുക, എന്നിട്ട് ചെറുതായിട്ട് കുത്തി ലേസി ഡേയ്സി തയ്ക്കുക. ഇതുപോലെ അതിൻ്റെ ഓരോ പെറ്റലും നമ്മൾ ചെയ്തെടുക്കണം. അടുപ്പിച്ചടുപ്പിച്ച് അതിൻ്റെ എല്ലാ പെറ്റലും നമുക്ക് ചെയ്തെടുക്കാം. ചെയ്യുമ്പം ആ പെറ്റലുകളുടെ എല്ലാം സൈസ് ഏകദേശം ഒരുപോലെ ഇരിക്കണം. വലിപ്പം കൂടിയും കുറഞ്ഞും പോവാതെ ഭംഗിയാക്കിയെടുക്കുക. ആ ഫ്ലവർ നമുക്കങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ആ മുകളിലത്തെ 2 ഫ്ലവറും കൂടെ ഇതുപോലെ തന്നെ ഈ യെല്ലോ ഷെയ്ഡ് വെച്ച് തന്നെയാണ് നമ്മൾ തയ്ക്കുന്നത്. അതും ലേസി ഡേയ്സി സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ മുകളിലത്തെ ഫ്ലവറും കൂടെ ഞാൻ തയ്ക്കുകയാണ്. ഇതുപോലെ ലേസി ഡേയ്സി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. മുകളിലത്തെ ആ റെഡ് ഫ്ലവറിൻ്റെ നടുക്കൊരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാനുണ്ട്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് പോലെ അതും കൂടെ നമുക്ക് ഇതിൽ കൊടുത്ത് ചെയ്തെടുക്കാം. ഇനി ആ ഫ്ലവറും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ, ആ യെല്ലോ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ആ ഡാർക്ക് പീച്ച് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ചെറിയ ഫ്ലവറുകൾക്ക് 2 തവണ ചുറ്റിയിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്താൽ മതി. വലിയ ഫ്ലവറിന് ഞാനൊരു 4-5 ഫ്രഞ്ച് നോട്ട് ചെയ്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2 തവണ ചുറ്റിയിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡിസൈൻ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടും എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെയുള്ള ചെറിയ മാറ്റിലേക്കൊക്കെ തയ്ക്കാൻ പറ്റിയതാണ്. ഇതിപ്പം ഞാനിവിടെ ഒരു ട്രേ ക്ലോത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. ട്രേ ക്ലോത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ട്രേ ക്ലോത്തായിട്ട് മാത്രമല്ല, നമുക്കൊരു ചെറിയ ടേബിളിൽ ഒരു ടീപ്പോയിലൊക്കെ ഒരു മാറ്റായിട്ട് ഉപയോഗിക്കാം. നടുക്കൊരു ഫ്ലവർ വേസൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. ഇതുപോലുള്ള വീഡിയോയുമായി ഞാൻ ഇനിയും വരാം. താങ്ക്